ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവ് ഷീ ജിങ് പിങ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്. അതിന് പകരം വേറൊരാളില്ല. കെ രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി, ജോയിയെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയാക്കി. അദ്ദേഹം വേറൊരു ജനറേഷനെ അവിടെ അദ്ദേഹത്തിൻ്റെതായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയിൽ ഒരു ബദൽ ശക്തിയായിട്ട് നിൽക്കണമെങ്കിലേ ഒന്നുകിൽ ഒരു VSന്റെ ശബ്ദത്തിന് അത്രയും വലിയ ഗാംഭീര്യമുള്ളൊരു ശബ്ദം അതില്ല, പോട്ടെ. പിന്നെ നമുക്ക് വയ്ക്കാവുന്നത് എന്ന് പറഞ്ഞാൽ MERന്റെ അത്രയെങ്കിലും പോകുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ ഗൗരിയമ്മയുടെ അത്രയും പോകുന്ന ഒരു ശബ്ദം, അതൊന്നും ഇന്ന് പാർട്ടിയിലില്ല. മാർക്സിസ്റ്റ് അണികളുടെ അടുത്ത് പോയി ആദർശം പറയുമ്പോൾ, സത്യം പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രകമ്പനം എനിക്ക് വേറൊരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. കാരണം ഇവന്മാരെല്ലാം നല്ല അത് ഉൾക്കൊള്ളാൻ നിൽക്കുന്ന ഒരു ജനതയാണ്. അതിപ്പോൾ ഇല്ല. പിണറായി വിജയനെ തള്ളിയിടാൻ ചിലപ്പോൾ ഇവർ കഴിഞ്ഞു, പക്ഷേ തള്ളിയിട്ടാൽ പണ്ട് ഗോർബച്ചോവ് ക്ലാസ്നോസും പെരിസ്ട്രോയ്ക്കും നടപ്പിലാക്കിയ പോലെ ചെയ്യും. USSR തകർന്ന് ശിഥിരമായിപ്പോയി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ തകർന്ന് ശിഥിരമായി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. CPM നേതൃത്വത്തിനിടയിലെ അഭിപ്രായ വ്യത്യാസം മറനീക്കി പുറത്തു വന്നതാണ് ഇപ്പോഴത്തെ വലിയ വാർത്ത. ഇത് എന്തിൻ്റെ സൂചനയാണ്? നേതൃമാറ്റത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഇത്തരത്തിൽ ഒരു നേതൃമാറ്റത്തെക്കുറിച്ച് ഇവർ ഇപ്പോഴല്ല നേരത്തെയാണ് ചിന്തിക്കേണ്ടിയിരുന്നത് എന്ന് പലരും പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് പരിശോധിക്കാം, ഇത് എന്തിൻ്റെ സൂചനയാണ്? എങ്ങോട്ടാണ് CPM പോകുന്നത്? നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമോ? എങ്ങനെയെങ്കിൽ ആരായിരിക്കും പുതുതായി പാർട്ടിയെ നയിക്കാനായി എത്തുന്നത്? നമ്മോടൊപ്പം ചേരുന്നു വിഷയത്തിൽ പ്രതികരിക്കുവാനായി രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്താണ് സാർ തോന്നുന്നത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം വിഷയത്തിൽ പാർട്ടി നേതൃത്വം രണ്ട് തട്ടിലായി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം വിഴിഞ്ഞം അദാനിയെ വഴിവിട്ട് സഹായിക്കുകയാണോ, അതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നു. അതിനോടൊപ്പം തന്നെ ദിവ്യ സയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അപ്പോൾ ഇങ്ങനെ പാർട്ടി ഈ ഒരു വിഷയത്തിൽ രണ്ട് തട്ടിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലേക്ക് പോകുവാൻ EP ജയരാജൻ അവധി അപേക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ കൂട്ടി വായിക്കേണ്ടതാണെന്നാണ് പലരും പറയുന്നത്. എന്ത് തോന്നുന്നു അങ്ങേക്ക്? അല്ല, ഈ വിഴിഞ്ഞം പോലൊരു വിഷയം പാർട്ടിക്ക് ഒരു അളിഞ്ഞ വിഷയമായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. വിഴിഞ്ഞം ഉദ്ദേശിച്ചത് VD സതീശൻ ഒരു അലമ്പാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് VD സതീശനല്ല കുഴപ്പം പറ്റിയത്. ഇപ്പോൾ പാർട്ടിയിലെ പ്രവർത്തകർക്കും അണികൾക്കും നേതാക്കൾക്കും ഇടയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അതെ, ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദൻ അതുപോലെ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നേതാക്കളൊക്കെ തന്നെ അയച്ചത് VD സതീശന് നേരെ. പക്ഷെ അത് ബൂമറാങ് ആകുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗ്യമാണ്. എന്ത് പറഞ്ഞാലും അത് ഇങ്ങനെ ആക്കി വിട്ടാൽ മതി, നേരെ തിരിച്ച് അപ്പുറത്തോട്ട് പോകണം. അത് PM ശ്രീ ആവട്ടെ, അല്ലെങ്കിൽ മദ്യനയമാവട്ടെ, വില കൂടിയ മദ്യമാവട്ടെ, കൂടിയതാവട്ടെ, ഏത് വന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ ഭും എന്നൊരു ആക്ഷൻ അങ്ങോട്ട് കാണിച്ചാൽ ഇതെല്ലാം കൂടെ നേരെ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. അവിടെ കിടന്ന് അടി കൂടുതൽ. അതാണ് ഇപ്പോൾ വിഴിഞ്ഞത്തിൽ സംഭവിച്ചത്. ഇത് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്തിൽ മാത്രമല്ല, പൊതുവിൽ ഇപ്പോൾ അല്ലെ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എതിരഭിപ്രായം ഉന്നയിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ധൈര്യം കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. ധൈര്യം കിട്ടിയ പോലെയാണ്. ഇപ്പോൾ ചിലർ പറയുമല്ലോ, ഈ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ ഐശ്വര്യമെന്ന്. ഇപ്പോൾ പിണറായി വിജയൻ VD സതീശന്റെ ഐശ്വര്യവും UDFന്റെ ശുക്രനും ഒക്കെ ആയി മാറിയിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ 10 വർഷത്തെ ഭരണകാലം, ആ കാലത്ത് ചെയ്ത ചെയ്തികളിലെ അപാകതകൾ, അത് കാരണം അദ്ദേഹത്തിന് പ്രതിപക്ഷമാകാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 5 വർഷം അദ്ദേഹം വളരെ കേരളത്തിലെ ജനങ്ങളുണ്ടെന്ന് പോലും അദ്ദേഹം വകവയ്ക്കാതെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയ കുഴപ്പം. എല്ലാം ഞാൻ പറയുന്ന പാർട്ടിയിലെ എറാൻമൂളി അടിമകളെ പോലെ നിൽക്കുന്നവരാണ് കേരളത്തിലെ മുഴുവൻ ജനതയും എന്ന് അദ്ദേഹം, അല്ലെങ്കിൽ UDFലെ കുറച്ച് പേര്, കുറച്ച് BJPക്കാർ, ഇവന്മാർക്കൊക്കെ കള്ളക്കേസും ഇതൊക്കെ കൊടുത്ത് അടിയും തലക്കിട്ട് അടിയും രക്ഷാപ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എല്ലാം ഒതുങ്ങിക്കോളും, ബാക്കിയെല്ലാം എൻ്റെ കൂടെ നിന്നോളും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അതാണ് അദ്ദേഹത്തിന് ജനങ്ങൾ ദാസന്മാരാണ്, അടിയാളന്മാരാണ് എന്ന ഒരു ചിന്ത വന്നുപോയി. തീർച്ചയായിട്ടും ദാസന്മാരും അല്ല, അതിലും താഴെ അടിമകളാണ് എന്ന് ചിന്തിച്ചു കളഞ്ഞു. ദാസന്മാരായാലും ജനമൊക്കെ കുറച്ച് സഹിച്ചേനെ. കാരണം
നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു തരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് മര്യാദയ്ക്ക് ജീവിക്കാൻ, സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള സൗകര്യം തരുന്നുണ്ട് എന്നൊക്കെ വന്നിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഒരു പരാതി പറഞ്ഞാൽ അത് പരിഹരിച്ച് കിട്ടുന്നുണ്ട്. റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്, സിവിൽ സപ്ലൈസിൽ പോയാൽ നല്ല സാധനം കിട്ടുന്നുണ്ട്, റോഡിൽ ഇറങ്ങി നടക്കാം, പിള്ളേർക്ക് അന്തസ്സായിട്ട് പഠിക്കാം, ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്, കോളേജ് ചെന്നാൽ മദ്യവും മയക്കുമരുന്നും കൊണ്ട് പ്രശ്നമില്ല. ഇങ്ങനെ കോളേജിലും സ്കൂളിലും ഒക്കെ ഒരു അച്ചടക്കമുണ്ട്, സർക്കാർ ഓഫീസുകളിൽ അച്ചടക്കമുണ്ട് എന്നൊക്കെ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജനം അടിമകളായിട്ട് പണിയിൽ നിന്നേനെ. കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയാണ്. 1970 മുതൽ 77 വരെ അച്യുതമേനോൻ ഭരിച്ചപ്പോഴേ ഇവിടെ അടിയന്തരാവസ്ഥയുടെ കാലത്ത് പോലും അച്യുതമേനോനെ ആരും എതിർത്തില്ല. എല്ലാ വേണ്ടാതിനവും കാണിക്കാൻ തൻ്റെ ഇടവുമൊക്കെ ഉണ്ടായിരുന്ന കരുണാകരനായിരുന്ന ആഭ്യന്തരമന്ത്രി. അദ്ദേഹം പോലും ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും ജനം അത് വകവച്ചില്ല. കാരണം സ്വസ്ഥമായിട്ട് ജീവിക്കാം, നല്ല രീതിയിൽ സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്നു, സ്കൂളുകൾ പ്രവർത്തിക്കുന്നു, കോളേജ് പ്രവർത്തിക്കുന്നു, സാമൂഹ്യ അന്തരീക്ഷം കൊള്ളാം, പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരെയൊക്കെ പിടിച്ച് അകത്താക്കി എന്നുള്ളതല്ലാതെ സാധാരണ ജനത്തിന് അതൊന്നും ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സ്ഥലത്തും ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് തോറ്റപ്പം ഇവിടെ ഒരു വൻ ഭൂരിപക്ഷത്തിൽ, അതായത് ഇന്നത്തേക്കാൾ ഗതികെട്ട ഒരു LDF ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് നിയമസഭയിലെത്തിയത്. അത് കാണിക്കുന്നത് ഒരുപാട് അപാകതകൾ ഈ ഭരണത്തിൽ വന്നു എന്നുള്ളതാണ്. ഓക്കെ, അതെല്ലാം തലയാട്ടി സമ്മതിച്ചിരുന്ന, കൈയടിച്ച് പാട്ടും പാടി കാരണഭൂതൻ എന്നൊക്കെ വിളിച്ചിരുന്ന, തിരുവാതിര കളിച്ചിരുന്നവരാണ് ഇപ്പം അദ്ദേഹത്തിന് തിരുത്താൻ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഒരു വിഷമം. അതെ, തീർച്ചയായിട്ടും. അതായത് പണ്ട് എല്ലാവരും പറയുന്നുണ്ട്, VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയം എല്ലാവരും ഓർത്തെടുക്കുന്നുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായി 5 വർഷം തികച്ചു. അതിനുശേഷവും അദ്ദേഹം തന്നെ ഭരണം തുടർച്ച നേടും എന്ന് ഏവരും വിലയിരുത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ, പ്രത്യേകിച്ച് പിണറായിയും കൂട്ടരും തന്നെ അദ്ദേഹത്തിന് ആ ഒരു മാൻഡേറ്റ് ലഭിക്കാതിരിക്കാൻ പ്രവർത്തിച്ചു, കുതന്ത്രങ്ങൾ മെനഞ്ഞു, മനഃപൂർവ്വം തോറ്റുകൊടുത്തു എന്നുള്ളതൊക്കെയാണ്. അത് അന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയിരുന്നു, ഇപ്പോൾ ആൾക്കാർ ധൈര്യത്തോടുകൂടി പറയുന്നുണ്ട്. അതിനുശേഷവും VS തന്നെയാണ് പ്രതിപക്ഷ നേതാവായി വന്നത്. എന്നാലും ആ സമയത്തെ 10-15 വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും അദ്ദേഹത്തെ വെറുത്തിരുന്നില്ല. അതേസമയം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് VS അച്യുതാനന്ദന് മൂക്കുകയറിടാൻ ശ്രമിച്ച, പരമാവധി നിയന്ത്രിക്കുവാൻ ശ്രമിച്ച, എല്ലാ പ്രവർത്തനങ്ങൾക്കും തടയിടാൻ ശ്രമിച്ചിരുന്ന പിണറായി വിജയനെ അന്ന് തന്നെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, വെറുപ്പ് തന്നെയായിരുന്നു ഒട്ടേറെ സമയങ്ങളിൽ. അതിനുശേഷം മുഖ്യമന്ത്രിയാവുന്നു. ആ ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് അങ്ങ് പറഞ്ഞ ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. 5 വർഷം നല്ല ക്യാപ്റ്റനായിട്ടൊക്കെ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മോശമായ ഇതിലേക്ക് പോയത്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഇദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും യസ്മൂളി പിന്തുണച്ചവരാണ് ഇപ്പോൾ എതിർക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ അന്ന് ഇവിടെ പോയിരുന്നു എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ആ ചോദ്യം പ്രസക്തമാണോ? ഇദ്ദേഹം പോലൊരു നേതാവിന് അന്ന് തിരുവായ്ക്ക് എതിർവായി ഇല്ലാതിരുന്ന സമയത്ത് ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു? അവർക്ക് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അവർക്ക് വിയോജിപ്പുകൾ പറയാനെങ്കിലും കഴിഞ്ഞിരുന്നെങ്കിൽ അവർ മിനിമം സുധാകരന്മാരോ കുഞ്ഞിക്കണ്ണന്മാരോ TK ഗോവിന്ദന്മാരോ ആയിട്ടെങ്കിലും നിൽക്കാൻ കഴിഞ്ഞാൽ അവർക്കൊരു അന്തസ്സുണ്ട്. ഈ 3 ജയിച്ചവർക്കും ഒരു അന്തസ്സുണ്ട്, ആൾക്കാരുടെ ഇടയിൽ വിലയുണ്ട്. കാരണം അവർ മുമ്പേ പറഞ്ഞിരുന്നു, അപകട സൂചന അവർ മുമ്പേ നൽകിയിരുന്നു. അതുകൊണ്ടാണ് അവരെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റുകാരും അക്സെപ്റ്റ് ചെയ്തതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഈ അഭിപ്രായ പ്രകടനങ്ങൾ അങ്ങനെ തന്നെ ഞാൻ പറയാം. ഇപ്പോഴത്തെ ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ വരുന്ന പിണറായിയോടും MV ഗോവിന്ദനോടുമുള്ള എതിർസ്വരങ്ങൾക്ക് എത്രത്തോളം പിന്തുണ ലഭിക്കും? അത് എത്രത്തോളം കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് അങ്ങ് കാണുന്നത്? ഇതിലിപ്പോഴത്തെ പ്രശ്നം ഈ കണ്ടം പൂച്ചയ്ക്ക് ചുണ്ടലി മണി കെട്ടുമോ എന്നുള്ളതാണ്. പിണറായി വിജയൻ മെലിഞ്ഞെങ്കിലും അദ്ദേഹം ഇപ്പോഴും തൊഴിൽ കെട്ടാൻ പറ്റിയ പരുവത്തിലൊന്നും ആയിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും തലയോർത്തി തന്നെ നിൽക്കുന്നത്. പാർട്ടി ഞാനൊരു പക്ഷേ പറയും, ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവ് ഷീ ജിൻപിങ് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ്. അതിന് പകരം വേറൊരാളില്ല. CPM-ലില്ല, CPI-ലില്ല. ഏറ്റവും കരുത്തനായ നേതാവ് എന്ന് പറയുമ്പോൾ ഉരുക്കുമുഷ്ടിയുടെ കാര്യത്തിലാണോ? ഉരുക്കുമുഷ്ടിയുടെ കാര്യത്തിൽ ഉണ്ട്, തൻ്റെ ഇടത്തിൻ്റെ കാര്യത്തിലുണ്ട്, പറയുന്നിടത്ത് പറയുന്നതിനെ നിർത്താൻ കഴിയുന്ന കാര്യത്തിലും അദ്ദേഹത്തിന് ഇപ്പോഴും മിടുക്കുണ്ട്. ആ മിടുക്ക് കൊണ്ടാണ് ഇദ്ദേഹം പ്രതിപക്ഷ നേതാവ് കസേരയിൽ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ കസേര ആരും വലിച്ചു മാറ്റാത്തത്. വലിച്ചു മാറ്റണമെന്ന് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വലിച്ചു മാറ്റിയാൽ പൂച്ചയുടെ മുമ്പിൽ ചുണ്ടലി ചെല്ലുമ്പോൾ ചില കണ്ടിട്ടില്ലേ, ചിലപ്പോൾ ഇങ്ങനെ തട്ടി കളിക്കുവാന്, ചിലപ്പോൾ ഒന്ന് അമക്കി വയ്ക്കും, ചിലപ്പോൾ ദേഷ്യം വന്നാൽ പിടിച്ച് കശക്കി ശരിയായി കളയും. ഇത് പലർക്കും ഭയമുണ്ട്. ഈ ഭയം
അവർ തീർക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഈ സംസ്ഥാനത്തല്ലാത്ത ചില പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അവരോടൊക്കെ പോയി രഹസ്യം പറയും. അവിടെ വരുമ്പോൾ ഒന്ന് അലക്കണേ, ഇതൊന്ന് മാറ്റാനായിട്ട്. അവിടെ എങ്ങനെയാണ് പറ്റുന്നത്? അവർ പേടിച്ചായിരിക്കുന്നത്. കാരണം അവർക്ക് പ്ലെയിൻ ടിക്കറ്റ് കൊടുക്കുന്നത്, അവിടെ ഡൽഹി വന്ന് താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുന്നത്, ചായ കൊടുക്കുന്നത് എല്ലാം ഇദ്ദേഹമാണ് പലരെയും അവിടെ ഇരുത്തിയിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരെ അവരെങ്ങനെ പറയും? പിന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇങ്ങനെ പറയും. മറ്റുള്ളവർ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റം ആവശ്യമല്ലേ എന്നൊക്കെ ചോദിക്കാമെന്നല്ലാതെ കൂടുതലൊന്നും ഇല്ല. ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു MA ബേബി എന്ന പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഒരല്പം ആത്മവിശ്വാസം കൂടുമെന്ന് തോന്നുന്നുണ്ടോ? കാരണം അദ്ദേഹം ഈ എല്ലാ സൈഡിൽ നിന്ന് ഇപ്പം ഒരു അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളിനെ ഈ പല വശങ്ങളിൽ നിന്ന് സമ്മർദ്ദം വരുമ്പം എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കാൻ പറ്റും. അദ്ദേഹം ഒരു സ്പോൺസേഡ് കാൻഡിഡേറ്റ് ആണ്. പിണറായി വിജയൻ്റെ സ്പോൺസേഡ് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. സാക്ഷാൽ ഗോവിന്ദ മാഷിനെ പോലെ, ഗോവിന്ദ മാഷിന് ഇവിടെ ഒരു സ്പോൺസേഡ് ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ പലയിടത്തും സ്പോൺസേഡ് നേതാക്കളാണ്, പാർട്ടി ഭാരവാഹികളാണുള്ളത്. അല്ല, ഇനിയിപ്പോൾ ഓക്കെ, പിണറായിയെ മാറ്റി നിർത്തിയിട്ട് പിണറായിയെ തൽക്കാലം സ്പെയർ ചെയ്യാം, ഓക്കെ, ഗോവിന്ദനെ എറിഞ്ഞിടാം എന്നായിരിക്കും അവർ ചിന്തിക്കുന്നതെന്നാണ് ഞാൻ കേൾക്കുന്നത്. അതിന് സാധ്യതയുണ്ട്. അതാണ് ചില ചിറ്റപ്പന്മാർക്കൊക്കെ ആഗ്രഹം. അവരെക്കാളൊക്കെ മൂത്ത ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ, അതായത് ഗോവിന്ദ മാഷിനെ പോലെയൊക്കെ ഉള്ളവരെക്കാൾ വളരെ മുതിർന്നവരാണ് അവരൊക്കെ. പാർട്ടിയിലെ സ്ഥാനത്തിലും പാർട്ടിയിലെ പാരമ്പര്യത്തിലും പാർട്ടിയിൽ ഇന്ന് വരെ നിലനിന്നിരുന്ന ആ ഹൈറാർക്കിയിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ മുമ്പിലാണ്. അവരെ വെട്ടിക്കൊണ്ട് ഇദ്ദേഹത്തിന് ഇരുത്തിയത് സ്പോൺസേഡ് കാൻഡിഡേറ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം MV രാഘവൻ്റെ കൂടെ പോയി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്നു. പിന്നെ MV അടികൊള്ളുന്ന കണ്ടപ്പോൾ പേടിച്ചോടിയെന്നാണ് പലരും പറയുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് പറമ്പ് കിളയ്ക്കലും തെങ്ങ് നടലും ഒക്കെ ആയിട്ട് നിന്നപ്പോഴാണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞ്, ഇങ്ങനെ കിളച്ചോണ്ടൊക്കെ നടന്നാൽ മതിയോ, ഇനി വാ പാർട്ടിയിലൊക്കെ ഇരിക്കണ്ടേന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണെന്നാണ് പല ഉള്ളറകളിലെയും ആൾക്കാർ സംസാരിക്കും. അല്ല, അത് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ആ സ്പോൺസേഡ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് എന്നുള്ളത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പല വിഷയങ്ങളും നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ടെന്നാണ് പലരും പറയുന്നത്. അതായത് തുറന്ന വിമർശനവും വന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാൻഡിഡേറ്റ്, ഓക്കെ, അദ്ദേഹത്തിന്റെ ഭാര്യ പാർട്ടിയിലെ മുതിർന്ന നേതാവ് തന്നെയാണ്. പക്ഷേ അതൊക്കെ ശരിയാണ്. പക്ഷേ എതിരഭിപ്രായങ്ങളെ പോലും വകവയ്ക്കാതെ ഭാര്യയ്ക്ക് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു എന്നുള്ളതാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നിലകൊണ്ടു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം ഇല്ലാത്തപ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള വരുന്നത് ആണ് അത് ചോദ്യചിഹ്നമായിട്ട് വരുന്നത്. പാർട്ടി സെക്രട്ടറി തന്നെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും ഒക്കെ എതിർത്തിട്ടും അവിടെ കൊണ്ടുവന്ന് തിരികെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോഴുണ്ടായ അപാകതകളാണ് TK ഗോവിന്ദനൊക്കെ ഈസിയായി പാട്ടും പാടി ജയിക്കാനുള്ള അവസരം ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ഇനിയിപ്പോൾ MV ഗോവിന്ദനെ മാറ്റി നിർത്തുക, അല്ലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിപ്പിക്കുക, മറ്റൊരാളെ അവിടെ കൊണ്ടുവരിക, അങ്ങനെ ആകുമ്പോൾ പിണറായി വിജയൻ്റെ വലിയൊരു അണിയെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സഹായിയെ വെട്ടിമാറ്റുക എന്നുള്ളൊരു കാര്യം, അദ്ദേഹത്തെ കുറെ കൂടി ദുർബലനാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു ബാക്കിയുള്ളവർക്ക്. അത് സാധിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹം അതിനേക്കാൾ ഭയങ്കര സൂത്രക്കാരനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രായാധിക്യമുണ്ട്, പ്രായാധിക്യമുള്ള ശാരീരിക ബുദ്ധിമുട്ടുണ്ട്, രാഷ്ട്രീയ അവശതകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെയൊക്കെ വരുന്ന അഴിമതികൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരുപാട് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉണ്ടായ ദയനീയമായ പരാജയം അദ്ദേഹത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, ആന വലിഞ്ഞ തൊഴുത്തി കെട്ടാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന് വന്നിരിക്കുന്ന ഒരു പ്രത്യേകത, ഇപ്പോഴും അദ്ദേഹം പിന്നെ നല്ല ഒന്നാം തരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. KK രാഗേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാക്കി, വി ജോയിയെ തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറിയാക്കി. അദ്ദേഹം വേറൊരു ജനറേഷനെ അവിടെ അദ്ദേഹത്തിൻ്റെതായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിശബ്ദമായി പലരും ശ്രദ്ധിക്കുന്നില്ല. വളരെ നിശബ്ദമായിട്ട് അദ്ദേഹം എൻ്റെ കൂടെ നിന്ന ചിലർ കാല് വാരുന്നുണ്ടെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം വേറെ ചില പ്രതിഷ്ഠകൾ നടത്തി തുടങ്ങി. അല്ലെ, ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്താൻ മിടുക്കനാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ബാക്കി ആരുള്ളൂ. കാരണം വേറെ ആരുമില്ല. കാരണം സംസ്ഥാനം മുഴുവൻ VS-നൊപ്പം നിന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. നേരം ഇരുട്ടി വെളുത്തപ്പോൾ അത് എടുത്തടിച്ചു, അല്ലെ, ഒരു സീ ചേഞ്ച് തന്നെ കൊണ്ടുവന്നു. അല്ല, അതും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് കേട്ടോ. അതും ഞാൻ പറയട്ടെ, VS-ന്റെ കൂടെ പാറ പോലെ ഉറച്ചു നിന്ന് പിണറായി വിജയന് മുർദാബ വിളിച്ചവർ ഒരു സുപ്രഭാതത്തിൽ വന്ന് കാൽക്കാൽ വീണത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അദ്ദേഹം വളരെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഒബ്സർവേഷൻ ഇല്ലാത്ത ആളൊന്നുമല്ല. അദ്ദേഹം ഭയങ്കര ഒബ്സർവേഷൻ ഉള്ള ആളാണ്. മീറ്റിങ്ങുകൾ നടക്കുമ്പം അച്ചട്ടായിട്ട് അവിടെ ഇരിക്കുന്ന മുഴുവൻ പേരുടെയും വാക്കുകളും ശ്രദ്ധിക്കുക. അത് ഒരു ചെറിയ പെശക് വന്നാൽ അപ്പ ചാടി വീണ് അവനെ വെട്ടി ഇരുത്തിയിരിക്കുകയും ചെയ്യും. പിന്നെ ആ മീറ്റിംഗ് അദ്ദേഹത്തിന്റെ കൺട്രോളിൽ കൊണ്ടുവരികയും ആ മീറ്റിങ്ങിന്റെ അജണ്ട എന്താണോ അതിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് ആ മീറ്റിങ്ങിനെ കൊണ്ടുവന്ന് മീറ്റിംഗ് ക്ലോസ് ചെയ്യുകയും ചെയ്യും.
ഭയങ്കര മിടുക്കാണ്. Okay. പ്രസംഗിക്കാൻ മോശമാണ്, പക്ഷേ ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാൻ അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. ഓക്കെ, നല്ലൊരു സംഘാടകനാണ്, നല്ല അതിഗംഭീര സംഘാടകനാണ്. പിന്നെ ഫണ്ട് എത്തിക്കുവാൻ. ഭയപ്പെടുത്തിയൊക്കെ ആരെയും നിർത്തുന്നതിനൊന്നും അദ്ദേഹത്തിന് നോക്കിയാൽ മതി. നോക്കിയാൽ ഇപ്പോഴും വിറയ്ക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ നടക്കുന്ന ഈ പ്രയോഗം വെറും ചുണ്ടലിയുടെ മണികെട്ടലായി മാറുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കാരണം പാർട്ടി ഐഡിയോളജി ഒക്കെ തന്നെ ഒരു മൂലക്കേക്ക് മാറ്റിയിട്ട് പിണറായിസ് ഐഡിയോളജി നടപ്പിലാക്കിയ ആളാണ്. അതെ അതെ അല്ല, അതാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പം അൻവറിന്റെ അത്രയും പോലും അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ഒരുത്തന്നെ ഇല്ലെന്നാണ്. പിണറായിസം ഇവിടെ വേണ്ട എന്ന് പറയാൻ അൻവറിന് കഴിഞ്ഞു. അതെ, അതുപോലെ പോലും പറയാൻ ഇന്ന് പാർട്ടിയിലെ ഒരുത്തനും കഴിയുന്നില്ല. അതിന് പകരം വിഴിഞ്ഞത്തെ ചളിഞ്ഞ കേസും കൊണ്ടുവരികയാണ്. നേരിട്ട് എനിക്കതാണ് അൻവറിനോടുള്ള ഒരു മതിപ്പ്. ഞാൻ ശരിയാകുന്നില്ല, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇമേജ് പകുതി പോയത്. അല്ല, അതോടുകൂടിയാണ് ആ ഒരു തകർച്ച, ഒരു ഡൗൺവേർഡ് സ്ലൈഡ് തുടങ്ങിയത് അവിടെ നിന്നാണ് അല്ലേ? അതെ അതെ അതെ. ഈവൻ ജി സുധാകരൻ പോലും പിണറായി എപ്പോഴും കുറ്റം പറയുന്നില്ല, ഗോവിന്ദമാഷിനെ കുറ്റം പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഞാൻ പറഞ്ഞ പാർട്ടിയിലെ ഇന്നത്തെ അവസ്ഥ. ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ ഈ ഇട്ടിട്ട് ഓടിക്കളയും. മണി കൊണ്ട് മുമ്പിൽ ഇട്ടിട്ട് ഓടിക്കളയും. മണി കെട്ടാൻ അത് വേണമെങ്കിൽ അന്യ സംസ്ഥാനത്തെ പൊളിറ്റ് ബ്യൂറോ മെമ്പർ തയ്യാറാവണം, അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തയ്യാറാവണം എന്നാണ് അവരൊട്ടും തയ്യാറാവില്ല. അതെ 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 അതെ, ഇതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. ഈ പ്രതിസന്ധി മാറ്റാൻ ആര് മണി കെട്ടാൻ മുൻകൈ എടുക്കും? അതിന് നട്ടലുള്ള ലീഡറും. അതെ, അല്ല, ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ CPM പോളിറ്റ് ബ്യൂറോയിലേക്കൊക്കെ തന്നെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ ഒട്ടേറെ നേതാക്കൾ പല സ്ഥലത്ത് നിന്നും പല രീതിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിപ്പോൾ നോക്കാൻ കഴിഞ്ഞാൽ പല നേതാക്കളും അദ്ദേഹത്തെ തന്നെയാണ് പരമോന്നത നേതാവായി കരുതുന്നത് അല്ലേ? ഇപ്പോൾ ഇതിനകത്തൊരു പാർട്ടിയിൽ ഒരു ബദൽ ശക്തിയായിട്ട് നിൽക്കണമെങ്കിലേ ഒന്നുകിൽ ഒരു VSന്റെ ശബ്ദത്തിന് അത്രയും വലിയ ഗാംഭീര്യമുള്ളൊരു ശബ്ദം അതില്ല, പോട്ടെ. പിന്നെ നമുക്ക് വെക്കാവുന്നത് എന്ന് പറഞ്ഞാൽ MERന്റെ അത്രയെങ്കിലും പോകുന്ന ഒരു ശബ്ദം, അല്ലെങ്കിൽ ഗൗരിയമ്മയുടെ അത്രയും പോകുന്ന ഒരു ശബ്ദം, അതൊന്നും ഇന്ന് പാർട്ടിയിലില്ല. അല്ല, ഇപ്പോൾ ഇവിടെ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനും അല്പമെങ്കിലും ഒക്കെ ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയും. അദ്ദേഹം പോലും പിണറായി വിജയനെ എതിർക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ല, അങ്ങ് പറഞ്ഞ അന്യ സംസ്ഥാന നേതാക്കളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ അശോക് ധാവ്ലെയാണ് ഏറ്റവും ശക്തമായി ഈ എതിർപ്പുന്നയിക്കുന്നത്, പിണറായിക്കെതിരെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ അതും പോളിറ്റ് ബ്യൂറോയിലുമാണ് അദ്ദേഹം ഉള്ളത്. അത്രേ ഉള്ളൂ. അപ്പോൾ കേരളത്തിലില്ല. കേരളത്തിലില്ല. പക്ഷേ പോളിറ്റ് ബ്യൂറോയിലേക്ക് ചെല്ലുമ്പോൾ ധാവ്ലെയുടെ ആ എതിർ സ്വരത്തിന് കൂടുതൽ വെയിറ്റേജ് കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം പോളിറ്റ് ബ്യൂറോ മുമ്പ് ബംഗാൾ ഘടകം വളരെ സ്ട്രോങ് ആണ്. ബംഗാൾ ഘടകത്തിൽ ജ്യോതിബാസു അദ്ദേഹത്തിനെ പ്രൈം മിനിസ്റ്റർ ആക്കാത്തതോടുകൂടി ഒരു ഗോൾഡൻ ചാൻസ് ആണ് കളഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ പാർട്ടി ഇനി നന്നാവില്ല എന്ന് പറഞ്ഞു. കാരണം ഇതുപോലൊരു അവസരം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഒരു CPMകാരന് കിട്ടുന്ന അവസരം കളഞ്ഞു കുളിച്ച മണ്ടന്മാരെ പോലെ ഇനി വേറൊന്നുമില്ല. അദ്ദേഹം അതോടുകൂടി വെച്ച് അവസാനിപ്പിച്ചു. അതിനുശേഷം പിന്നെയും ഷൈൻ ചെയ്ത് നിന്നത് സോമനാഥ് ചാറ്റർജിയാണ്. അദ്ദേഹം പാർലമെന്റിൽ സ്പീക്കറായും ഒക്കെ ഇരുന്നുകൊണ്ട് നന്നായിട്ട് പാർട്ടിയുടെ ഒരു ശബ്ദമായിട്ട്, ഘനഗംഭീര ശബ്ദമായിട്ട് പോകാൻ ശ്രമിച്ചയാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുച്ചവിലങ്ങിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹവും പതുക്കെ മാറി. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പൊളിഞ്ഞു പോകാൻ പോണ ഒരു കൂടാരമാണെന്ന് മനസ്സിലായി. അദ്ദേഹവും പതുക്കെ അപ്പുറത്ത് ചാടി അദ്ദേഹം അതോടുകൂടി രാഷ്ട്രീയം അവസാനിപ്പിച്ചു. പിന്നെ കാലയവനിക്ക് പോവുകയും ചെയ്തു. പിന്നെ ബുദ്ധദേവ ഭട്ടാചാര്യയാണ്, അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ ബുദ്ധദേവന് പിന്നെ മനസ്സിലായി. പക്ഷെ അവിടെ നിന്ന് കേൾക്കുന്ന സാർ, അവിടെ ഈ ഒരു പാർട്ടിയുടെ ഗുണ്ടായിസം സംസ്ഥാനത്ത് ഉടനീളം നിലനിന്നിരുന്നു. അതിൽ അടിച്ചമർത്തപ്പെട്ട അവസ്ഥയിലായിരുന്നു ജനങ്ങൾ. പല സ്ഥലങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിറ്റാണ്ടുകളോളം CPM ഭരിച്ച ആ സംസ്ഥാനത്ത് ദാരിദ്ര്യത്തിൻ്റെ കരാളഹസ്തങ്ങൾ പിടിമുറുക്കിയിരുന്നു. ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിയിലെ ചിലർ മാത്രം വളരുന്നു, ജനങ്ങൾ തളരുന്നു എന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് പൊറുതിമുട്ടിയ ജനം മമതാ ബാനർജി എന്നൊരു നേതാവിലേക്ക് പ്രതീക്ഷയോടെ ചായുകയായിരുന്നു എന്നുള്ളത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം പോലെ വന്നാണ്. ഇവിടെ 3-ാം ഊഴം വരുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പേടിച്ചു കൂട്ടിയില്ലേ? അതുപോലെ അവിടെ 30 വർഷമൊക്കെ ഭരിച്ച പാർട്ടിയെ പിന്നെ തഴയാതിരിക്കാൻ അവർക്ക് നിവൃത്തിയില്ലാതെ വന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, പണ്ടത്തെ നേതാക്കൾ EMSനെ പോലുള്ള നേതാക്കളൊക്കെ ബൗദ്ധിക ഗുണ്ടായുസമാണ് വെച്ചത്. ഇപ്പം ME രാഘവൻ പറഞ്ഞതിൽ ചില കഴമ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ME രാഘവനെ ബൗദ്ധികമായി നേരിട്ടു, കായികമായിട്ടല്ല നേരിട്ടത്. അപ്പോൾ ME രാഘവന്റെ കായിക ശക്തി EMSന്റെ ബൗദ്ധിക ഗുണ്ടായുസത്തിന് മുമ്പിൽ തകർന്നില്ലാതായിപ്പോയി. ഇത് ഇപ്പോഴത്തെ നേതാക്കൾക്ക് ആർക്കും ഈ ബൗദ്ധിക ഗുണ്ടായുസം അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? അതിന് പകരം കായികം എടുക്കും, ഇടിക്കും, അടിക്കും, വെട്ടും. അതാണല്ലോ കഴിഞ്ഞ കുറേ നാളായി നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. പക്ഷെ അത് വലിയ തിരിച്ചടി കൊടുക്കും. അതിന്റെ പ്രശ്നം എന്തറിയാമോ? അത് സാധാരണക്കാരും സഹിക്കില്ല. ബൗദ്ധിക ഗുണ്ടായുസത്തിൽ പെട്ടുപോകും.
കാരണം ബൗദ്ധികമായിട്ട് നമ്മളെ കൺഫ്യൂഷനിലാക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും. അതിന് മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. ആ ആശയത്തിനെ തോൽപ്പിച്ച് വേറൊരു ആശയം നമുക്ക് പാർട്ടിക്കുള്ളിൽ പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ തളർന്നു പോകും, പാർട്ടിയിൽ നിന്ന് ചാടി പോകേണ്ടി വരും. ഇത് പിന്നെ EMS വരെ അങ്ങനെ അത് കൊണ്ടുപോയി. അത് ഹർകിഷൻ സിംഗ് സുർജിത്ത് വരെയും ഏകദേശമൊക്കെ ആ ലൈനുകൾ കൊണ്ടുപോയിരുന്നു. കാരണം പാർട്ടിയുടെ നയം രീതിയൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വളച്ചൊടിച്ച് ഇതൊക്കെ കൊണ്ടുപോകാൻ. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതങ്ങ് കൈവിട്ടുപോയി. ഓക്കെ, അതാണ് ഏറ്റവും സുർജിത്തിന് ശേഷം വലിയൊരു തകർച്ചയാണ്. വലിയ സുർജിത്തിന് ശേഷം പിന്നെ നല്ല നേതാക്കളില്ലാഞ്ഞിട്ടല്ല, യെച്ചൂരിയെ പോലുള്ള മിടുക്കന്മാർ വന്നെങ്കിലും യെച്ചൂരിയുടെ കൈയും കാലും കെട്ടിക്കളഞ്ഞു. അല്ല, യെച്ചൂരിക്ക് മുൻപ് പ്രകാശ് കാരാട്ടിരുന്ന സമയം നിർണായകമായിരുന്നു. പ്രകാശ് കാരാട്ട്, പിണറായി അച്യുതണ്ട് പാർട്ടിയെ വല്ലാണ്ടങ്ങ് അവിടെ അദ്ദേഹം ബൗദ്ധികമായി ഇദ്ദേഹത്തിന്റെ കായിക ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി കൊടുത്തു. അതാണ് പ്രകാശ് കാരാട്ടിന് പറ്റിയത്. പ്രകാശ് കാരാട്ടിന് ബുദ്ധി കുറവൊന്നുമില്ല, നല്ല മിടുക്കനാണ്. അതുകൊണ്ടാണല്ലോ ഇവരെ രണ്ടുപേരെയും EMS ഒക്കെ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ SFIയിലെ തുടക്കം പോലും, യെച്ചൂരിയുടെ SFIയിലെ തുടക്കം പോലും നമ്മുടെ CP ജോണിനെ കട്ട് ചെയ്തുകൊണ്ടാണ്. കട്ട് ചെയ്യാൻ EMS ആണ് പറഞ്ഞത്. CP ജോൺ അവിടെ നിൽക്കട്ടെ, അഖിലേന്ത്യാ SFIയുടെ നേതാവായിട്ട് പ്രസിഡന്റായിട്ട് യെച്ചൂരി വരട്ടെ എന്ന് പറഞ്ഞത്. വേറെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ആ ലീഡർഷിപ്പിൻ്റെ കഴിവ്, ബൗദ്ധിക കഴിവൊക്കെ കണ്ടുകൊണ്ട് ആ ബൗദ്ധിക ശക്തിയുള്ള ഒരാൾ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നത്. ബൗദ്ധിക ശക്തിക്ക് ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് പല പദ്ധതികളും ഇടാൻ അറിയാവുന്ന ആളാണ്. രാഷ്ട്രീയ പദ്ധതികളിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ, ഇടതുപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാവുന്ന ഒരാളായിരുന്നു യെച്ചൂരി. അതുപോലെ തന്നെ കാരാട്ടും ഒട്ടും മോശമല്ല. കാരാട്ട് മോശമുള്ള നേതാവല്ല, പക്ഷേ അദ്ദേഹം വ്യക്തി താല്പര്യത്തിന് അടിപ്പെട്ടു പോയി. വ്യക്തി താല്പര്യമല്ല, വരട്ടി നിർത്തിക്കളഞ്ഞു. അത് കാരാട്ടിന് പറ്റിയ ഒരു കുഴപ്പമാണ്. യെച്ചൂരി അങ്ങനെയല്ല, യെച്ചൂരിയെ വരിഞ്ഞു മുറിക്കണം. പക്ഷേ കാരാട്ടിന്റെ ടേം കഴിഞ്ഞപ്പോൾ യെച്ചൂരിക്ക് അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ ആളില്ല. VS പ്രായമായി. നേരിട്ടറിയാം, ഞാൻ ഇവിടെ 10-20 ദിവസം അദ്ദേഹത്തിന്റെ ഒപ്പം നടക്കുക. അതിനുശേഷം മരണം വരെ അദ്ദേഹത്തിന്റെ എന്നോടൊരു സുഹൃത്തിനെ പോലെ പെരുമാറുന്ന ഒരാളാണ്. ഫോൺ വിളിക്കുക അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നാൽ എനിക്ക് മെസ്സേജ് വരുമായിരുന്നു. ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിലായാലും എവിടെയായാലും അദ്ദേഹത്തിനെ പോയി കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ മകൻ്റെ നിര്യാണം, അത് അദ്ദേഹത്തിന് വല്ലാതെ വേദനിപ്പിച്ചു. പിന്നെ അദ്ദേഹത്തിന് രോഗം, അദ്ദേഹത്തിന് ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. കാലൊക്കെ നീര് വന്ന് വലിയ ബുദ്ധിമുട്ടുകൾ, ഭയങ്കര പെയിനൊക്കെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്നോട് തുറന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ കാലിൻ്റെ വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം, നമുക്കിവിടെ ചവിട്ടി തിരുമുക. അങ്ങനെ തിരുമാവുന്ന സാധനമല്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് യൂറിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കാലൊക്കെ ഇങ്ങനെ ചുമന്ന നീര് പോലെയൊക്കെ ആകുന്ന പല ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു ചെറിയ സ്ലോ ഡൗൺ പോലെ വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അല്ല, അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ, ഇതിപ്പോ നമ്മളൊരു പോരാട്ടം നടത്തുമ്പോൾ ഒപ്പം നിൽക്കുന്നവർ, അണിചേരുന്നവർ വളരെ അങ്ങോട്ടാണ്, എല്ലാം അങ്ങോട്ടാണ്. ആദ്യം VSനൊപ്പം വളരെയധികം VS പ്രായാധിക്യം കാരണം VS പ്രായത്തിന് മുന്നിൽ കീഴടങ്ങിപ്പോയി, അല്ലാതെ വേറൊന്നുമില്ല. ഇത്രയും സന്നാഹത്തോടുകൂടി തന്നെ എതിരിട്ട് നിന്ന ഒരു വലിയ സേനയ്ക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ കരുത്തനായിരുന്നു VSന്റെ വില ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ അറിയുന്നത്. അല്ലെ, അദ്ദേഹത്തെ വിമർശിച്ചിരുന്നവർ പോലും ഇപ്പോഴാണ്. ഞാനത് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ്. VS അവിടെ ഒരു കോൺഫറൻസ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഞാൻ മന്ത്രിയുടെ അഡീഷണൽ വൈസ് സെക്രട്ടറി ഇപ്പോൾ വീണ്ടും അതിനകത്തേക്ക് കോൺഫറൻസ് ഹാളിലേക്ക് ഒന്ന് കയറേണ്ടി വന്നു. അപ്പം അദ്ദേഹം അവിടെ നിൽക്കുന്നു, വേറെ 3 പേര് അവിടെ നിൽക്കുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ അങ്ങാണ് തിരമാല, പാർട്ടിയല്ല, അങ്ങാണ് സമുദ്രം. കാരണം സാഗരം അങ്ങേക്ക് ചുറ്റും നിൽക്കുകയാണ്. അങ്ങ് ഇപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ചാൽ ജനം മുഴുവൻ അങ്ങയുടെ കൂടെ വരും. ഇപ്പം പിണറായി വിജയന് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങയെ മുച്ചൂടെ മുടിച്ചു കളയും. അതുകൊണ്ട് പാർട്ടി രൂപീകരിക്കണം എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം രോഷാകുലനായിട്ട് ഇവരോട് പറയുകയാണ്, നിനക്കൊക്കെ നട്ടല്ലുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കണം. ഞാനത് അവിടെ വന്നത് അറിയാത്ത മറ്റും ഞാൻ പതുക്കെ ഡയറി എടുത്തുകൊണ്ട് പതുക്കെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് കേട്ടതാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് നട്ടല്ലുണ്ടെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് എന്നോടൊപ്പം നിന്ന് ഫൈറ്റ് ചെയ്യണം. വേറെ പാർട്ടി ഉണ്ടാക്കിയ കെ കരുണാകരൻ്റെ അവസ്ഥ അറിയാമോ? ME രാഘവൻ്റെ അവസ്ഥ അറിയാമോ? ഗൗരിയമ്മയുടെ അവസ്ഥ അറിയാമോ? വേറെ പാർട്ടിയൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. ഈ പാർട്ടിയെ, ഇതിലെ അപാകതകൾ കറക്റ്റ് ചെയ്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് തയ്യാറുണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി. പാർട്ടി വേറെ രൂപീകരിക്കാൻ എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ഞാനൊരു ഒരു ഒളിക്കേഴ്വി പോലെ കേട്ടതാണ്. മനസ്സിലായില്ലേ? നേരെ കേൾക്കാനാണെങ്കിൽ നടക്കൂലായിരുന്നു. അത് അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ചെന്ന് പെട്ടുകൊണ്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ 10,000 സഖാക്കൾക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ആ സഖാക്കളെല്ലാം അദ്ദേഹത്തിനെ കാലുവാരി. അതുകൊണ്ടാണ് ഈ പാർട്ടി ഇന്ന് ഈ ഗതിയിലായത്. അതുപോലെ തന്നെ പാർട്ടിയെ നയിക്കാൻ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രാപ്തി അങ്ങിപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ നാടിനെ നയിക്കുവാനും അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വരുന്ന ഓരോ പ്രോജക്റ്റിന് മുന്നിലും എനിക്കൊന്ന് അങ്ങ് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഇത് നാടിനെയും
നാട്ടുകാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്, അതാണ് ഗുണമുണ്ടാകുമോ ചോദ്യമാണ്. എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ആദ്യം ഒറ്റ ചോദിക്കുന്നത്. ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് അല്ലാതെ ഈ- സാധാരണക്കാരൻ, അതായത് അല്ല- നാട്ടുകാരെ മുഴുവനും അഡ്രസ് ചെയ്യില്ല, സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കും? ഉം. അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന്റെ എഫക്റ്റ് എന്തായിരിക്കും? സാധാരണക്കാരനെ കോടതി കയറ്റുന്നത്, സാധാരണക്കാരന് ഇതിന്റെ പുറമെ പരാതിയും കൊണ്ട് നടക്കുന്നത്, പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്, അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. സാധാരണക്കാരൻ നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ അതിന്റെ ഗുണം അനുഭവിക്കണം, പാർട്ടി ചെയ്തൊരു ഗുണമായിട്ട് അവർക്ക് തോന്നണം ഓക്കെ. എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അല്ല, ഒരു കാലത്ത് വെട്ടിനിരത്തലിന്റെ പേരിൽ ഏറെ പഴി കേട്ടിട്ടുള്ള ആളാണ്. അതിനുശേഷം അദ്ദേഹം മാറ്റത്തിന് വിധേയനായി, അദ്ദേഹം കറക്ഷന് വിധേയനായി, അദ്ദേഹം തന്നെ സ്വയം തിരുത്തി പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ രീതിയിൽ പ്രവർത്തിക്കുവാനും ഒക്കെ തന്നെ തയ്യാറായി വന്നിട്ടുള്ള നേതാവാണ്. പക്ഷേ മറ്റൊരു പക്ഷത്തേക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രസന്റ് സിനാരിയോയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നടക്കുന്ന അഭിപ്രായ വ്യത്യാസം, അതിലേക്കൊക്കെ തന്നെ നമുക്ക് നോക്കാം. ഗോവിന്ദന് ശേഷം ആര്? കാരണം ഇനി ആ പോസ്റ്റിലേക്ക് വരുന്നവർ വളരെ നിർണായകമായ ഘട്ടത്തിലൂടെ പാർട്ടിയെ നയിക്കേണ്ടവരായിരിക്കും. കാരണം ഒരു വശത്ത് പിണറായി വിജയൻ നിൽക്കുന്നു, ഒരു മഹാമേരു പോലെ. മറുവശത്ത് പാർട്ടിയെ തിരുത്തണം, ഇനിയെങ്കിലും തിരുത്തണം എന്നാഗ്രഹിക്കുന്ന കുറേയേറെ പേർ. വേറൊരു വശത്ത് കുറേ പേരുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാത്ത കുറേ പേരും ഉണ്ടാകും. ഇനിയിപ്പോൾ എത്ര നാൾ പിണറായി വിജയൻ ഇതുപോലെ തങ്ങളെ നയിക്കാനുണ്ടാകും, തങ്ങളെ സംരക്ഷിക്കാനുണ്ടാകും എന്നൊരു ചോദ്യവുമായി അതായിരിക്കും അവരുടെ മനസ്സിൽ മുഴുകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മറുവശത്തിനൊപ്പം നിൽക്കണോ അതോ ഇവിടെ നിൽക്കണമോ അവിടെ, അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകും. അപ്പോൾ ആ പോസ്റ്റിലേക്ക് വരുന്നത് ആരായിരിക്കും? 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്ന്, അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ബ്രാഞ്ചിൽ വരെ ഉള്ള സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സ്. ഈ സ്പോൺസേർഡ് കാൻഡിഡേറ്റ്സ് മാറിയാലും അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നെ കൊണ്ടുവന്ന ആളല്ലേ, അവിടെ ചെന്ന് എത്ര ഉടക്കാൻ പറ്റും എന്നുള്ളതുണ്ട്. പിന്നെ ഒന്ന് പൊളിറ്റിക്കൽ ക്രിമിനൽസ്, അത് ജി സുധാകരൻ പറഞ്ഞ പോലത്താണ്. കഷണത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. അതായത് ഗുണ്ടായിസം കാണിച്ച് പാർട്ടിയുടെ ഒപ്പം നിന്ന് എന്തൊക്കെ നേടിയെടുക്കാമോ, എന്തൊക്കെ കൊയ്യാമോ, പാർട്ടി ഫണ്ടെങ്കിൽ പാർട്ടി ഫണ്ട്, സംസ്ഥാന ഖജനാവിലെ ഫണ്ടെങ്കിൽ അത്, ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാവുന്ന ഫണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നിൽക്കുന്ന കുറേ പേരുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ അപ്പാവികളായിട്ട് എന്നാൽ നല്ല ചിന്തയുള്ള കുറച്ച് പാർട്ടിക്കാരുണ്ട്. വെറും പാവങ്ങളാണ്. അതെങ്ങനെയെങ്കിലും നന്നായി വരണമെന്ന് ആഗ്രഹിക്കും. അവരായിരിക്കും ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതൽ. അവര് എണ്ണത്തിൽ കൂടുതലാണെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാനത് പറയാൻ കാരണം, നമ്മൾ ഒരിക്കൽ സുകുമാർ അഴീക്കോട് ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഈ പിണറായി VS അച്യുതാനന്ദൻ അടി ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ ഈ പാർട്ടി നശിച്ചു പോവില്ല സാർ, തളർന്നു പോവില്ല ഇത്? അപ്പം 1 മിനിറ്റ് മൗനത്തിന് ശേഷം എന്നോട് അദ്ദേഹം പറഞ്ഞത്, ഇല്ല, തളരില്ല, വേണം അത് വിചാരിക്കണം, തളരില്ല ഈ പാർട്ടി. എന്ന് വെച്ചാൽ എങ്ങനെ സാർ അത് പറയാൻ പറ്റുന്നത്? ഇതിൽ നേതാക്കൾ അല്പം മോശമായാലും കുഴപ്പമില്ല, പക്ഷേ അണികൾ, ആദർശ ശുദ്ധിയുള്ള അണികളും പ്രവർത്തകരുമുള്ള ഒരു പാർട്ടിയാണ്. അവർ ഈ പാർട്ടിയിലുള്ളത്തോളം കാലം ഈ പാർട്ടിക്ക് ഒരു കോട്ടവും വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം പ്രസംഗിക്കുമ്പോഴൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. കാരണം ഒരു നല്ല ആശയം പറഞ്ഞാൽ കൈയടിച്ച് തകർക്കുന്ന ആരവത്തോടുകൂടി അതിനെ ഉൾക്കൊള്ളുന്ന ഒരു ടീം അദ്ദേഹം കണ്ടിരുന്നു ഈ പാർട്ടിയിൽ. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ്സുകാരൻ്റെ യോഗത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, മുസ്ലിം ലീഗുകാരൻ്റെ യോഗത്തിലും പോയി പ്രസംഗിച്ചിട്ടുണ്ട്, സാധാരണ ബുദ്ധിജീവിയുടെ യോഗത്തിലും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാർക്സിസ്റ്റ് അണികളുടെ അടുത്ത് പോയി ആദർശം പറയുമ്പോൾ, സത്യം പറയുമ്പോൾ, നല്ലത് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രകമ്പനം എനിക്ക് വേറൊരിടത്തുനിന്നും കിട്ടിയിട്ടില്ല. കാരണം ഇവന്മാരെല്ലാം നല്ല അത് ഉൾക്കൊള്ളാൻ നിൽക്കുന്ന ഒരു ജനതയാണ്. അതിപ്പോൾ ഇല്ല. അതാണ്, പണ്ട് ഈ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ആ ഗണത്തിൽപ്പെട്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തലപ്പത്ത് മാത്രമല്ല, നമ്മൾ ജില്ലയിലേക്കോ ഏരിയയിലേക്കോ താഴെത്തട്ടിലേക്കോ ഒക്കെ തന്നെ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ പാർട്ടിയെ പറ്റുന്ന സമയത്തൊക്കെ തന്നെ എഴുതി വിൽക്കാൻ തയ്യാറായിട്ടുള്ളവർ, ക്യാമറയോ ടേപ്പ് റെക്കോർഡറോ വെച്ചിട്ട് ഈ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന ആ ഒരു വോയിസ് മാത്രം നിങ്ങൾ കേട്ട് നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഓക്കെ, യാതൊരു നിലവാരവും ഇല്ലാതെയാണ് ഒരു പാർട്ടി, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇത് പറയുന്നത്? ഞാനിത് പലരിൽ നിന്നും കേട്ട് പറയുന്ന കേട്ടോ, ഇനി ഞാൻ ക്യാമറ വെച്ചിട്ടൊന്നുമല്ല, കേട്ടു പലരും അവിടെ നിന്ന ചിലരിൽ പറഞ്ഞ ഇന്നലെ കമ്മിറ്റിയിൽ ഇതാണ് നടന്നത്. ഓക്കെ, എന്തൊരു കഷ്ടമാണ്. ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ എന്ത് ചെയ്താൽ ഇവർക്ക് തിരിച്ചു വരാൻ സാധിക്കും? ആരെ കൊണ്ടിരുത്തിയാൽ തിരിച്ചു വരാൻ? അങ്ങിപ്പോൾ പറഞ്ഞ 3 കാറ്റഗറി ഉണ്ട്. അപ്പാവികളുണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് കാൻഡിഡേറ്റ്സ് ഉണ്ട്, പിന്നെ പാർട്ടി ക്രിമിനൽസ് ഉണ്ട്. അപ്പം ഈ 3 കാറ്റഗറിയിൽ നിന്നും ആർക്കായിരിക്കും അവിടെ നറുക്ക് വിടാനുള്ള സാധ്യത? ഇതിൽ രണ്ടിനെയും തട്ടി എറിയുന്ന ഒരു ടീം വന്നാലേ പറ്റൂ. അത്തരത്തിൽ ഒന്നിനെ ഞാനിപ്പോൾ കാണുന്നില്ല. അതിലൊരാള് വളർന്നു വരിക പെട്ടെന്ന് പാടാണ്. പക്ഷെ ഇതിനെ ഒരുപക്ഷെ പിണറായി വിജയനെ തള്ളിയിടാൻ ചിലപ്പോൾ ഇവർ കഴിഞ്ഞു. പക്ഷേ തള്ളിയിട്ടാൽ പണ്ട് ഗോർബച്ചോവ് ക്ലാസ്നോസും പെരിസ്ട്രോയ്ക്കും നടപ്പിലാക്കിയ പോലെ ചെയ്യും. USSR തകർന്ന് ശിഥിലമായിപ്പോയി. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി ചിലപ്പോൾ തകർന്ന് ശിഥിലമായിപ്പോയി. കാരണം ഒരു ലീഡർ ഒരു പാർട്ടിക്ക് ആവശ്യമാണ്. അത് നട്ടലുള്ളൊരു, അത് പിണറായി, അത് VS പറഞ്ഞ പോലെ നട്ടലുള്ളൊരു ലീഡർ.
നട്ടലുള്ള കുറെ അണികൾ, പ്രവർത്തകർ. അതാണ് പാർട്ടിയുടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത്. ഇന്ന് ഗുണ്ടകൾക്കൊപ്പം നിൽക്കുന്നവർ, ഇന്ന് ഗുണ്ടകൾക്കൊപ്പം പണക്കാർക്കൊപ്പം നിൽക്കുന്നവർ, അവന്റെ കൂടെ വന്നിട്ട് നമ്മളെ അടിക്കാൻ വരുന്നവൻ, അവന് ആ ഗുണ്ടയ്ക്കൊപ്പം നമ്മളെ ഒറ്റിക്കൊടുക്കുന്നവൻ, അതിര് തർക്കം വരുമ്പോൾ അന്യായം ചെയ്തവന് കൂട്ടു നിൽക്കുന്നവനൊക്കെയാണ് ഇന്ന് പാർട്ടിയിലുള്ളത്. അവർക്കൊന്നും അതിനുള്ള ശക്തി കിട്ടില്ല. അടിമുടി ഉടച്ച് വാർക്കേണ്ടിയിരിക്കുന്നു. അതിന് കഴിവുള്ള ഒരാൾ വേണം. അങ്ങനെയുള്ള ഒരാൾ ഇപ്പോൾ ഇല്ല, അങ്ങയുടെ ശ്രദ്ധയിൽ കാണുന്നില്ല. അതിനൊരു ലീഡറെ ഞാനിപ്പം ആ പാർട്ടിയിലെ മിക്കവാറും എല്ലാവരും എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. അല്പമെങ്കിലും പറ്റുന്ന ഒരാൾ ജി സുധാകരനായിരുന്നു. അദ്ദേഹത്തിനും പ്രായാധിക്യവും മറ്റു പല പ്രശ്നങ്ങളും, അദ്ദേഹം അത്തരം ഒരു വെല്ലുവിളിക്ക് ഇപ്പൊ തയ്യാറല്ല എന്നാണ് ഞാൻ. അദ്ദേഹം പുറത്ത് പോയല്ലോ, അദ്ദേഹം പുറത്തു പോയി. അദ്ദേഹം അത്തരം ഒരു പാർട്ടിക്കകത്ത് നിന്നപ്പോഴും അത്തരം ഒരു വെല്ലുവിളിക്ക് അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇനിയുള്ള കാലം എങ്ങനെയെങ്കിലും പോകണം. ഇപ്പൊ ഒരു എം എൽ എ ആവുന്ന പോലും അദ്ദേഹം പ്രതീക്ഷിച്ച് കാണില്ല. ഇപ്പൊ UDF പിന്തുണ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. CPM എന്തായാലും അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ പല ഫേസായി നമുക്ക് തിരിക്കാം. ഇക്കഴിഞ്ഞ 10 വർഷത്തെ പിണറായിയുടെ ടേം, അതിനെ അവസാനത്തെ 5 വർഷത്തെ പാർട്ടിയുടെ തകർച്ചയിലേക്ക് നയിച്ച ഒരു ആദ്യഘട്ടമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കാരണം അദ്ദേഹം ഒരു പിടി പാർട്ടി ഗുണ്ടകളെ വളർത്തുകയായിരുന്നു, പാർട്ടി ക്രിമിനലുകളെ വളർത്തുകയായിരുന്നു. ആത്മാർത്ഥതയുള്ള പാർട്ടി പ്രവർത്തകരെ അടിച്ചമർത്തിക്കൊണ്ട് പാർട്ടിയെ പലർക്കും അടിയറ വെച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. സ്വാർത്ഥ താല്പര്യം മുൻനിർത്തി പ്രവർത്തിച്ചപ്പോൾ നേതാവിനൊപ്പം നിൽക്കുവാൻ അദ്ദേഹത്തിൻ്റെ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന, പെരുമാറുന്ന നേതാക്കളെ കിട്ടുകയും അവരെ വെച്ച് പാർട്ടിയെ ഓടിക്കുകയും ചെയ്തു. പക്ഷേ കേരളം എന്ന നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സെറ്റപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഇവർ അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും ഇതേ രീതിയിൽ അടിമകളായി ജനങ്ങളെ ഒപ്പം നിർത്താൻ എന്നും സാധിക്കില്ല എന്ന് അവർ അന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. പിണറായിയെ മാറ്റി നിർത്തിയാൽ ആര് എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്. പിണറായി എന്തൊക്കെ പറഞ്ഞാലും പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് ഇനി വരുന്നയാളിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. പിണറായിയെ മാറ്റാൻ സാധിച്ചാലും ഈ പാർട്ടിയെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ഒരാൾ ഇനി വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. CPMന് അത്രയേറെ ആശങ്ക നൽകുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് കുറേയേറെ പേർ ഇപ്പോൾ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുന്നത്. ഇനിയെങ്കിലും സാധിക്കുമോ ഒരു തിരുത്തലിന്, ഇനിയെങ്കിലും സാധിക്കുമോ ഒരു തിരിച്ചുവരവിന് എന്ന ഒരു അവസാന ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം ഈ ശ്രമം എത്രത്തോളം വിജയിക്കും എന്ന്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം. നമസ്കാരം.